കടുപ്പത്തിൽ ഒരു കഥയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 കഥകളും സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത എല്ലാവരോടും സ്നേഹം. ഇന്ന് ഞാൻ എഴുതിയ അടുത്ത കഥ നമുക്ക് കേൾക്കാം. കഥയുടെ പേര് ആദതായികൾ. ഉറക്കം ഞെട്ടിയുണർന്ന ഗോപൻ നിമിഷ നേരത്തേക്ക് എവിടെയാണെന്ന് തന്നെ തിരിച്ചറിയാനാകാത്ത ഒരു സംഭ്രമത്തിലായിരുന്നു. പാതിയിൽ മുറിഞ്ഞ ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർവിലേക്കുള്ള നിമിഷ നേരം മാത്രം. മാഞ്ഞുപോയ സ്വപ്നത്തുണ്ടിനെ തിരിച്ചു പിടിക്കാൻ ഒരു വിഫല ശ്രമം നടത്തിക്കൊണ്ട് അയാൾ ദിവസം തുടങ്ങാൻ തയ്യാറെടുത്തു. വേഗത കുറഞ്ഞു വരുന്ന ഫാനിൻ്റെ ഇതളുകളിലേക്ക് നോക്കിക്കിടക്കവേ ചുണ്ടിലേക്ക് വന്ന ചിരി ക്ഷണനേരം കൊണ്ട് തന്നെ മാഞ്ഞുപോയി. അനിയനും താനും കൂടെ പട്ടം പറത്താൻ നോക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അവനെക്കുറിച്ച് സംസാരിച്ച് കിടന്നതുകൊണ്ടാവണം ഇങ്ങനെയൊരു സ്വപ്നം. കറിവേപ്പിലയും ഉള്ളിയും വെളിച്ചെണ്ണയിൽ മൊരിയുന്ന മണം അനുഭവിച്ചപ്പോൾ സമയത്തെക്കുറിച്ച് ബോധവാനായ ഗോപൻ ഇടതുവശത്തെ മേശയിൽ നിന്ന് മൊബൈൽ എടുത്തു നോക്കി. 8 കഴിഞ്ഞിരിക്കുന്നു. രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കേണ്ടി വന്നതിനാലും പതിവിലും വളരെ താമസിച്ച് ഉണർന്നതിനാലും ആകെ കുഴഞ്ഞു മറിഞ്ഞ മുഖഭാവത്തോടെ എണീറ്റു വന്ന അയാൾ പരിസരമാകെ ഒന്ന് നോക്കി. ഒരവധി ദിവസമായിരുന്നിട്ടും എല്ലാവരും നേരത്തെ തന്നെ ഉണർന്നിട്ടുണ്ട്. രമ അടുക്കളയിൽ രാവിലത്തെ തിരക്കുകളിലാണ്. മകൾ മുൻവശത്തെ മുറിയിൽ എവിടെയോ ഉണ്ടെന്നത് മൂളിപ്പാട്ടിൽ നിന്നും മനസ്സിലായി. ഊണുമേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എന്തോ വായിച്ച് മനഃപ്പാഠമാക്കുന്നുണ്ട് 6 വയസ്സുകാരൻ ദേവൻ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു ഗോപേട്ട? കണ്ടയുടനെ അടുക്കളയിൽ നിന്ന് വന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അയാൾ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ സ്വപ്നം കണ്ടു നിൽക്കുന്നത്? രാത്രിയിൽ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ എന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. ഇന്ന് അച്ഛനാണ് ഉണരുന്ന കാര്യത്തിൽ പുറകേന്ന് ഫസ്റ്റ്. കോയ് ഉരുവിട്ടുകൊണ്ടിരുന്നത് മുഴുമിപ്പിച്ചിട്ട് ആർത്തു വിളിച്ച ദേവനെ കസേരയുടെ പിന്നിലൂടെ ചെന്ന് കോരിയെടുത്തു. കാലുകളടക്കം കൂട്ടിപ്പിടിച്ച് ചെവിയുടെ ചുവട്ടിൽ മീശ ഉരസി ഒരു ഉമ്മ വെച്ചു. ഇക്കിളി കൊണ്ട് ചിരിച്ചു പൊളയുന്ന അവനെ തിരികെ കസേരയിൽ തന്നെ ഇരുത്തി അകത്തെ കുളിമുറിയിലേക്ക് നടന്നപ്പോഴും രമയുടെ ചോദ്യം അങ്ങനെ തന്നെ കിടന്നിരുന്നു, ഒഴിഞ്ഞു മാറാനാവാത്ത ഒന്നാണെന്ന ഓർമ്മപ്പെടുത്തലോടെ. മുഖം കഴുകി നിവരുമ്പോൾ കണ്ണാടിയും അതുതന്നെ ചോദിച്ചു, അല്ല, നീ എന്ത് തീരുമാനിച്ചു? ചായയുമായി ഊണുമേശയിലിരിക്കവേ ദേവൻ നീട്ടിയ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റിനൊപ്പം ഓർമ്മകൾ വന്ന് തൊട്ടുപോയി. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വീട്ടിലെ ശീലമാണ് രാവിലെ കാപ്പിക്കൊപ്പം ബിസ്ക്കറ്റ്. ഇപ്പോൾ കുട്ടികൾ തനിയെ എടുക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. എടുത്തു തരുന്ന ഒരെണ്ണമാണ് കണക്ക്. ബ്രിട്ടാനിയയുടെ വട്ടത്തിലുള്ള ചെറിയ ബിസ്ക്കറ്റ് ആണെങ്കിൽ മാത്രം 6 എണ്ണം തരും. അപൂർവമായി അച്ഛൻ സുവോളജിക്കൽ ബിസ്ക്കറ്റ് വാങ്ങി വരും, പലതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിലുള്ളവ. കഴിഞ്ഞ 3-4 ദിവസമായി രമ ഒരേ കാര്യം തന്നെയാണല്ലോ ആവർത്തിക്കുന്നത്. അതാവാം പതിവില്ലാതെ പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് കടന്നു വരുന്നത്. അയാൾ പത്രമൊന്ന് ഓടിച്ചു നോക്കി. ഗോപേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ, എപ്പോഴാണ് ഇറങ്ങുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അധികം താമസിക്കാതെ പോയിക്കോളൂ, അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ വൈകും. ആരെയെങ്കിലും കണ്ടുപിടിച്ച് ഒക്കെ ഏർപ്പാടാക്കി പോന്നാൽ പിന്നെ അടുത്ത ആഴ്ച തുടങ്ങിയാലും മതിയല്ലോ. പ്ലേറ്റ് മുന്നിലേക്ക് നീക്കിവെച്ച് സംശയഭാവത്തിൽ പറഞ്ഞുകൊണ്ട് രമ കസേര വലിച്ചിട്ടിരുന്നു. പത്രം വായിക്കാനുള്ള ഒരുക്കമായതുകൊണ്ടാവണം അവൾ കണ്ണട വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് കണ്ണട ആവശ്യമായി തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്നറിയില്ല, കണ്ണട വെച്ച് അവളെ കാണുമ്പോൾ മറ്റാരോ ആണെന്ന പോലെയാണ് തോന്നാറുള്ളത്. ഒരു തികഞ്ഞ പ്രായോഗിക മതി. എന്താ ഇത്ര വലിയ ആലോചന?
കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ്. എല്ലാം എൻ്റെ നിർബന്ധത്തിനെന്ന പോലെ. അത് വേണ്ട കേട്ടോ. സ്വന്തം ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കണം. അതും നോക്കേണ്ട സമയത്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞു തീർത്തു എന്ന മട്ടിൽ രമ പത്രം കടന്നെടുത്ത് താളുകൾ മറിച്ചു. അവൾ പറയുന്നത് കേട്ടാൽ തോന്നും സ്വന്തം ഇഷ്ടത്തിനാണ് താനിവിടെ എല്ലാം ചെയ്യുന്നതെന്ന്. പ്ലേറ്റിൽ കിടന്ന അമ്മ്യാരട ഒരു കഷ്ണം മുറിച്ച് തേങ്ങാ ചമ്മന്തി തൊട്ട് നാവിൽ വെച്ചു. വലിയ സ്വാദൊന്നും തോന്നിയില്ല. ഒരു തീരുമാനമെടുക്കാനാവാതെ മനസ്സിങ്ങനെ നീറി നിൽക്കുന്നത് കൊണ്ടുമാവാം. അമ്മ ഇതിനൊപ്പം നല്ല കട്ട തൈരിൽ പച്ചമുളക് കീറിയിട്ടതാണ് തൊട്ടുകൂട്ടാൻ തന്നിരുന്നത്. അതിനൊരു പ്രത്യേക സ്വാദായിരുന്നു. അടുത്തിരുന്ന ദേവന് ഒരു കഷ്ണം പൊട്ടിച്ച് വായിൽ വെച്ചു കൊടുത്തു. സ്വാദോടെ കഴിച്ചിട്ട് വായനയിലേക്ക് തിരിച്ചു പോയ അവനെ നോക്കിയിരുന്നപ്പോൾ രമ പറഞ്ഞു, അവനൊരു ട്രിപ്പ് കഴിച്ചതാണ്, നിങ്ങൾ കഴിച്ചോളൂ. ഉപ്പ് കൂടുതലുണ്ടോ? ഇല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. വിനുവിനോട് പറയാതെ ചെയ്യുന്നതിൽ ഒരു ശരിയില്ലായ്മയില്ലേ രമേ? എന്ത് ശരികേടുണ്ടെന്നാണ് നിങ്ങളീ പറയുന്നത്? നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കുടുംബസ്വത്തായി കിട്ടിയ സ്ഥലം ഒരുമിച്ചാണ് കിടക്കുന്നത്. അത് അവനിപ്പോൾ വിൽക്കേണ്ട ആവശ്യമില്ല. ആധാരത്തിൽ നമുക്കായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ അളന്ന് തിരിച്ചു മാറ്റുന്നു. അത്ര തന്നെ. നല്ല വില പറയുമ്പോൾ വിൽക്കണമെന്ന് തോന്നിയാൽ വിൽക്കുകയും ചെയ്യാം. അവരൊക്കെ പുറം നാട്ടിൽ താമസിക്കുന്നവരല്ലേ. ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. ഇപ്പോൾ തന്നെ നാട്ടിലേക്കൊന്ന് വന്നിട്ട് എത്ര നാളുകളായി. ഇനി എന്നെങ്കിലും സ്ഥിരമായി തിരിച്ചു വന്നാൽ തന്നെ അപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് ആ സ്ഥലം കൊടുക്കും. അത്ര തന്നെ. 2-3 സെൻറ്റ് അളവിൽ കുറഞ്ഞു എന്ന് കരുതി അവർക്കൊന്നുമില്ല. പറഞ്ഞു നിർത്തിയ രമ കണ്ണട അല്പം മുകളിലേക്ക് ഉയർത്തി വെച്ച് വാദിക്കാൻ തയ്യാറായിരുന്നു. ഇതിപ്പോൾ നിന്റെ അമ്മാവൻ വില്ലേജ് ഓഫീസിലായതുകൊണ്ടല്ലേ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ആധാരത്തിലുള്ളതിലും സ്ഥലം അളവിൽ കുറവാണ് എന്ന്. അറിഞ്ഞിരുന്നിട്ടും നമുക്ക് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റേത് കയ്യേറുന്നത് പോലെ തന്നെയല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാ അപ്പോൾ നന്നായത്. മനുഷ്യനായാൽ കുറേയൊക്കെ അവനവൻ്റെ കാര്യം നോക്കി പഠിക്കണം. നിങ്ങളിനി എന്നാണ് നന്നാകുന്നത്? ഒരേപോലെ രണ്ടാൾക്കും എന്നല്ലല്ലോ ആധാരത്തിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. 23 സെൻറ്റ് സ്ഥലം നിങ്ങൾക്കും 25 സെൻറ്റ് സ്ഥലം വിനുവിനും എന്നല്ലേ? അവിടെയും 2 സെൻറ്റ് അനിയന് കൂടുതലാണ് കൊടുക്കുന്നത്. രമ വീറോടെ പറഞ്ഞു നിർത്തി. എന്താ എൻ്റെ രമേ നിനക്ക്? മറ്റാർക്കുമല്ലല്ലോ. അതുമല്ല, വീട് അച്ഛൻ എനിക്കല്ലേ തന്നത്. ഓ, വീട്, അതും ഒരു പൊട്ട വീട്. അപ്പോൾ അച്ഛനെ നോക്കിയത് ആരാണ്? ന്യായവാദങ്ങൾ കണ്ടെത്താനുള്ള കിതപ്പിൽ അവൾ പത്രം വശത്തേക്ക് മാറ്റിവെച്ചു. തനിക്ക് തീരെ പരിചയമില്ലാത്ത മറ്റാരോ ആണ് മുന്നിലിരിക്കുന്നത് എന്നയാൾക്ക് തോന്നി. ഇവളെയാണോ താൻ 4-5 വർഷം പിറകെ നടന്ന് കല്യാണം കഴിച്ചത്? സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം മുൻകൂട്ടി കണക്കാക്കാനാവില്ലല്ലോ. ശബ്ദമുയർന്നത് കേട്ടിട്ടാവണം മുൻവശത്തെ മുറിയിൽ നിന്നും മകൾ വന്നെത്തി നോക്കി തിരികെ പോയി. വായനയും ഉരുവിടലും ഒക്കെ നിർത്തിവെച്ച് സംസാരം കേട്ടിരിക്കുന്ന ദേവനെ കണ്ടപ്പോൾ ഒക്കെ അവസാനിപ്പിക്കാൻ മനസ്സു പറഞ്ഞു. അറിയാതെ തന്നെ സ്വരമുയർന്നു. മതി, ഇനി പഴംപുരാണങ്ങൾ തുടങ്ങേണ്ട. ഞാൻ അവിടം വരെ പോകണം. നമ്മുടെ ഭാഗത്തിലുള്ളത് അളന്ന് തിരിച്ച് മതിലും കെട്ടിക്കണം. മറ്റാർക്കൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും അത്രയല്ലേ വേണ്ടൂ. ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഗീതാ മത്സരത്തിന് ഇന്ന് അച്ഛൻ വരില്ലേ? അന്തരീക്ഷം ശരിയല്ലാത്തത് കൊണ്ട് മാത്രം വാശി പിടിക്കാത്തതാണെന്ന് പറയുന്ന കണ്ണുകൾ കണ്ടില്ലെന്ന് നടിച്ചു. കസേര പിന്നോട്ട് നിരക്കി ഗൗരവത്തിൽ എഴുന്നേറ്റപ്പോൾ മേശപ്പുറത്ത് മടക്കി വെച്ച കൈകളിൽ തല ചായ്ച്ചു വെച്ച് കിടക്കുന്ന ദേവൻ എന്തോ ആലോചിക്കുന്നത് കണ്ടു. കൈയും വായും കഴുകി വരുമ്പോഴും ആൾ ആലോചനയിൽ തന്നെ. അവനെ കടന്നു പോരുമ്പോൾ പതുക്കെ തലയിൽ തലോടി സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അച്ഛൻ നേരത്തെ തിരിച്ചു വന്നാൽ അവിടേക്ക് എത്തിയേക്കാം കേട്ടോ. അല്ലെങ്കിലും മോൻ മിടുക്കനായി ചൊല്ലണം. പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ
അവൻ സ്വയം എന്നവണ്ണം പിറുപിറുത്തത് അവ്യക്തമായാണ് കാതിൽ പതിഞ്ഞത്. മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് എടുത്തു ചോദിച്ചത്. നീ എന്താ പറഞ്ഞത്? അച്ഛനൊരാദതായിയാണ്. ആദതായി എന്ന് പറഞ്ഞ് അച്ഛന് മനസ്സിലായില്ലല്ലോ ദേവൻകുട്ട. കൈകളും മുഖവും ഒപ്പിയ തോർത്ത് കസേരയിലിട്ടുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞു. 6 വയസ്സുകാരൻ്റെ ഏതോ തമാശ എന്ന് മാത്രമേ മനസ്സിൽ വന്നുള്ളൂ. അതോ ഇനി താൻ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും പുതിയ കാർട്ടൂൺ കഥാപാത്രമാണോ? അയ്യേ, ഇതൊന്നും അച്ഛൻ അറിയില്ലേ എന്ന മട്ടിലുള്ള ഒരു നോട്ടം നോക്കിയിട്ട് അവൻ പറഞ്ഞു തുടങ്ങി. അച്ഛാ, എൻ്റെ ഗീതാ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. പണ്ട് കാലത്ത് മോശം തരത്തിൽപ്പെട്ടവരാണ് ആദതായികൾ. 6 തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർ: ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവർ, അന്യൻ്റെ സ്വത്ത് തട്ടിയെടുക്കുന്നവർ, അന്യൻ്റെ ഭാര്യ അപഹരിക്കുന്നവർ. ഇനിയുണ്ട്, പക്ഷെ മറന്നുപോയി. ഇവരെ ശിക്ഷിക്കാം എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇപ്പോൾ അച്ഛൻ കൊച്ചച്ഛൻ്റെ സ്ഥലത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? അത് നമ്മൾ എടുക്കാൻ പോവുകയല്ലേ? അപ്പോൾ അച്ഛനും ആദതായിയാകും അല്ലേ? പറഞ്ഞിട്ട് തൻ്റെ മുഖത്തേക്ക് നോക്കിയ മകനെ നേരിടാനുള്ള ധൈര്യമുണ്ടായില്ല. അവൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് മെല്ലെ ആഴ്ന്നിറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒപ്പുകടലാസു പോലെ പതിയുന്ന 6 വയസ്സുകാരൻ്റെ മനസ്സിൽ തൻ്റെ സ്ഥാനം എന്താകുമെന്നത് തെളിഞ്ഞു കാണാം. തന്നിൽ കൂടി ലോകത്തെ കാണുന്ന അവന് താൻ പറയാതെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന തിരിച്ചറിവിൽ തളർന്നു പോകുന്നത് പോലെ. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാതെ എണീറ്റ് പൊയ്ക്കോണം കേട്ടോ. മതി ഗീതയും കൊണ്ടിരുന്നത്. ഇനി അത് മാറ്റി വെച്ചിട്ട് പോയി കുളിക്കാൻ നോക്കൂ. രമയുടെ ഉയർന്നു തുടങ്ങിയ ശബ്ദം അവ്യക്തമാകുന്നു. കാലം പല തട്ടുകളായി പിന്നിലേക്ക് മറിയുന്നത് പോലെ. തൻ്റെ ഒപ്പം എല്ലാത്തിനും കൂട്ടായി നടന്നിരുന്ന വിനുക്കുട്ടൻ. ഇങ്ങനെ ഒരു ഏട്ടൻവാല് എന്ന് കാണുന്നവരൊക്കെയും പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടിട്ട് ഏറെ നാളുകളായിരിക്കുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കും. അച്ഛൻ്റെ ആണ്ടുബലിക്ക് വന്നു പോയതിൽ പിന്നെ ഇങ്ങോട്ട് വരവുണ്ടായിട്ടില്ല. അവൻ്റെ ഓരോരോ തിരക്കുകൾ എന്നേ ഉള്ളൂ. കാലം ഇരുവർക്കുമിടയിൽ കുറേയേറെ അകലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഏതോ ഒരു കണ്ണി പൊട്ടാതെ അങ്ങനെ തന്നെയുണ്ട്, ഉണ്ടാവണമല്ലോ. പലപ്പോഴും കുട്ടികളിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് എന്ന മനസ്സിലാക്കലിലെത്താൻ ഒട്ടും താമസമുണ്ടായില്ല. ശരിയായ തീരുമാനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നത് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി. തയ്യാറായി പുറത്തേക്ക് വന്ന തൻ്റെ വേഷം കണ്ടിട്ടാവണം രമയുടെ ഭാവം മാറി. കയറ്റിപ്പിടിച്ച മുഖം തീരെ ശ്രദ്ധിക്കാതെ ദേവനോട് പറഞ്ഞു, അച്ഛനും വരുന്നുണ്ട്, വേഗം റെഡിയായിക്കോളൂ, നമുക്കിറങ്ങാറായി. മനുഷ്യന്മാരോട് പറഞ്ഞാൽ മനസ്സിലാക്കണം. പതിവുള്ള ആവലാതി പറയാൻ തുടങ്ങിയ രമയെ ഇടയ്ക്ക് വെച്ച് തന്നെ കൈ കാണിച്ചു നിർത്തി. തന്നോട് ചേർത്ത് പിടിച്ച് കണ്ണട ഊരിയെടുത്തപ്പോൾ പരാതിക്കാരിയുടെ പാതി ഗൗരവം ചോർന്നു പോകുന്നത് പോലെ തോന്നി. ഒക്കെ മനസ്സിലായതുകൊണ്ടാണ് വേണ്ടാത്തതൊന്നും ചെയ്യണ്ടെന്ന് വെച്ചത്. വേണ്ടതെന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേവനും അനുവും നമ്മളെ കണ്ടാണ് വളരുന്നത്. അത് നീ മനസ്സിലാക്കിക്കോളൂ. തൻ്റെ പെരുവിരൽ പിടിച്ച് 2 പടികളായി ഒരുമിച്ച് ചാടിയിറങ്ങുന്ന മകൻ എത്ര ഉത്സാഹത്തിലാണ് എന്നത് അയാളെയും വല്ലാതെ സന്തോഷിപ്പിച്ചു. ചിലപ്പോൾ നമ്മൾ കരുതുന്നതിലും എത്രയോ ചെറിയ ചില കാര്യങ്ങൾ മതി കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ. തല ഉയർത്തി അച്ഛനെ നോക്കിയ ദേവൻ അയാളുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് കൈ കാട്ടി താഴേക്ക് വിളിച്ചു. എന്തോ രഹസ്യമാണെന്ന് മനസ്സിലാക്കി കുനിഞ്ഞ അയാളുടെ കവിളിൽ ഒരുമ്മ വെച്ചും കൊണ്ട് സ്വകാര്യമായി അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ആദതായി അല്ല കേട്ടോ. ഒരു പൊട്ടിച്ചിരിയോടെ അയാൾ മകൻ്റെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. ഇന്നത്തെ കഥ ആദതായികൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാനും കഥ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കണം. മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.